സൈന എന്തേക്കാക്കുവോ ചേമ്പും തണ്ടും തട്ടിയാണ് കുറച്ച് മുതലും കൂടി ഇട്ടുകാണ്ട് അങ്ങനെ കൂട്ടാനൊക്കെ കൂട്ടിട്ട് ഇപ്പൊ കുറേ ദിവസമായില്ലേ അതൊക്കെ നല്ലടി ഉണ്ടാക്കണ്ട്. ആയിക്കോട്ടെ അതുകൊണ്ട് ഉണ്ടാക്കാ. നിങ്ങള് പോണേന്നോ താമിയോ മെയ്തീനെ ആരെങ്കിലും പോയിട്ട് കൊണ്ടൂലേന്നോ? അവിടെ എവിടെയും തടഞ്ഞു വിട്ടുണ്ടെങ്കിൽ എന്താവും? അതിനിപ്പോ 4 ആളൊന്നും വേണ്ടല്ലോ. അവിടെ ഊണിറക്കേണ്ട 2 ആയ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേ തന്നെ ചേമ്പുണ്ട്. ഞാൻ അയിമൊന്ന് പൊട്ടിച്ചെന്നെ എടുത്താ ഇതേതായാലേ കൂട്ടാണ്ടായിക്കളാം. മെയ്തീനെ എന്താ നിലത്തിരിക്കണം? ആ മോൾക്ക് കയറി ഇരിക്കേ. ഇവിടെ മതി, ഞാൻ ചളിയും പൊടിയൊക്കെ ഉണ്ട് മേത്ത്. പറമ്പെന്നല്ലേ വരണ്ടേ, വടിന്റെ അടിയിൽ വരികയല്ലേ. അന്ന് ആരൊക്കെ അവിടെ ഉള്ളത് പറമ്പില്? താമ ചുള്ളി പറമ്പിലല്ലേ? പണിക്കാർ വേറെ ആരും വന്നേക്കണ അവിടെ? ചുള്ളിപ്പറമ്പ് തന്നെയാണ്. താമി കുഞ്ഞാപ്പാടെ ഉണ്ട്. പിന്നെ വെറ്റിലകൊടി ഇറക്കാനുള്ള ആൾക്കാർ 2 ആൾ വേറെ ഉണ്ട്. ഞാൻ പോയിട്ട് കഞ്ഞിക്ക് വേണ്ടി വന്നാ അവിടെ. പിന്നെ ഇപ്രാവശ്യം വെറ്റിലൊക്കെ പ്രതീക്ഷിക്കണ്ട, മഴ പെയ്ത് ആകെ ചെയ്തേക്കണു. പള്ളി വെറ്റില കിട്ടാണ്ടാവില്ല, ഒറ്റ കേടൊക്കെ കൊണ്ടല്ല. അടഞ്ഞ മഴയല്ലേ? ആ മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ എങ്ങനെ. ഇതൊരു കാര്യം ചെയ്തല്ല, വേഗം കഞ്ഞി കുടിച്ചുകാണ്ടേ ജോലിക്കുള്ള കഞ്ഞി കൊണ്ടുവന്ന് പോയിക്കോ. പിന്നെ കുഞ്ഞാപ്പില്ലേ ഓഹോന മരത്തുമ്പിലൊന്നും കേട്ടണ്ടോ. ഓനെ താഴത്തുള്ള എന്തെങ്കിലുമൊക്കെ പണി കൊടുത്താൽ മതി. എന്തേലും മരത്തുമ്പോൾ വീട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു. പിന്നെ അവിടെ തോടും ഉണ്ടല്ലോ, ഓൻ കണ്ടായാലും ചാടും. അവന് നോയിക്കാണ്ടി. കാരണം ഓല് ചെറുപ്പം മുതലേ ഓരോ കുടുംബൊക്കെ നമ്മളെത്തിയിരുന്നു. അവന്റെ നീമ്പാപ്പൊക്കെ ഓല് നമ്മളെ ഏൽപ്പിച്ചു കാണ്ട് പോയത് കുട്ടിയല്ലോ അവനെ. അപ്പൊ ഓനെ നോയിക്കാണ്ടി കാര്യമായിട്ട്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്താൽ മതി നിങ്ങള്. കൂട്ടാൻ അടുപ്പത്താണ്. കൂട്ടാനായിട്ട് കഞ്ഞി കുടിച്ചാലേ നിങ്ങൾ കുറച്ച് ചായ കുടിച്ചാണി. അത് മതി. ഇതേ മേദിനെ കഞ്ഞി കൊടുത്തുകാണ്ടേ പണിക്കാർക്കുള്ള കഞ്ഞി വേഗം കൊടുത്തേച്ചാ കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും ആചാര്യ. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. സാഹിബേ വേറെ ഇരിക്കും പോയാ അകത്തേക്ക് ഇരിക്കും. 2 ആളും കൂടി നല്ല അർജന്റായിട്ട് വരുന്നതായി തോന്നി. ഇന്ന് ഗസ്റ്റ് ഹൗസിന്റെ അവിടുന്ന് സുബൈറിനും കലാമിനും കൂടി ഇവന്റെ ഒരു സുഹൃത്ത് കണ്ടക്കൂടി പറഞ്ഞു. അപ്പൊ അവരുടെ കൂടെ അറിയാത്ത 3-4 ആളുകൾ വേറെ ഉണ്ട് പറഞ്ഞു. അപ്പൊ എനിക്കിതൊക്കെ പാടി വെച്ച് നോക്കുമ്പോഴേ നാസർ അന്ന് എന്നെ വീസിനെപ്പെടുത്തി ഇതാക്കിയേക്കാട് പോയതുമാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇത് പറയാൻ വന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജവാനും കുട്ടിക്കാരോട് പോയില്ലേ, ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആചാര്യ, അന്ന് ബഷീർ സാഹിബിന്റെ ചർച്ചയില് ഞാൻ ഉണ്ടായതാണല്ലോ. അതിന് നാസറാജി ഇങ്ങനത്തെ കുറച്ച് ഭീഷണികളൊക്കെ പറഞ്ഞാണ്. ഇതൊക്കെ പാടെ വെച്ച് വായിച്ച് ചേർത്ത് നോക്കുമ്പോള് നാസറാജി ഇറക്കിയ ആളാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുജീബ് സാഹിബിനോട് പറഞ്ഞത്. അതാണ് ഇപ്പോൾ വരാനുള്ള കാരണം. ഇത് പറഞ്ഞാലേ കോയെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അത്ര നിസ്സാരമായിട്ട് കാണുന്നു വേണ്ട. ഇത് പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എഴുതിയില് താമിലൊക്കെ പൂട്ടിയിട്ടൊക്കെ ഒന്ന് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോണ്ടേ നാശമാണ്, എന്തും ചെയ്യാനും മടിക്കൂല. അതിന്റെ ആസാനാണ്. അതിപ്പോ വലിയ വേജാറാവുന്ന മണ്ടങ്ങള്. അതിപ്പോ ഓലപ്പാമ്പാണ്. അതിപ്പോ നമ്മളിപ്പോ മുന്നണി തുടങ്ങിയതെന്നല്ലല്ലോ ഓലപ്പാമ്പ് കാണാൻ തുടങ്ങിയിട്ട്. അതിനപ്പൊ നിങ്ങളിപ്പോ അത്ര അർജന്റായിട്ട് വണ്ടി വന്നത്. അത് ഓലപ്പാമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അയാള് ചതി കൂടി അതൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തായാലും അയാൾ ചതി കൂടി ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഏതായാലും ശ്രദ്ധിച്ചാണ്ട് സുബൈക്ക് വണ്ടിക്ക് ഇറങ്ങുമ്പോഴൊക്കെ മെഴുതിയിലൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടേ. ഉടായ്പിന് കഴിയുമ്പോഴും വെച്ച സാധനമാണ് ഈ നാസറ്. എന്ത് ചെറ്റത്തരും ചെയ്യാൻ ഒന്നും മടിയില്ല. അത് പെരക്കറിയില്ല. ആ ചർച്ചന്റെ അമ്മൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യം ശ്രദ്ധിച്ചാണ്ട് അത് പറയാനുള്ളൂ. ഞാൻ നോക്കിക്കൊണ്ട് അത് പിന്നെപ്പോ എന്താ ഓന്റെ അടുത്ത് ചതിയും വഞ്ചനയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെപ്പോ എന്താ പറയാ, ആരെന്ത് ചോദിച്ചാണെങ്കിലും പറിച്ചോന്ന് കണക്കാക്കണമല്ലോ. അതെല്ലാം ഇപ്പൊ നടക്കുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കൊണ്ട്. എന്നാ ചായ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. എടാ മാർട്ടിനെ, കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞുതരും. പിന്നെ കൊല്ലണ്ട, കയ്യും കാലം തച്ചൊടിച്ചിടണം കേട്ടോ. ബാക്കി എന്തുണ്ടായാലും ഞാൻ ഏറ്റു. ആചാര്യ, അത് ഞങ്ങൾ ഏറ്റു. എന്റെ 2 പിള്ളേർ പുറത്തു പോയതാ, അവര് വന്നോട്ടെ. ആചാര്യ ഒരു വണ്ടി അവരുടെ ഫോട്ടോസിൽ തന്നിട്ട്. സുബൈറേ, ഇതിപ്പോ എവിടെ സ്ഥലാക്കണേ? ഇതേ മുമ്പത്തെ മാതിരി ആകരുതോ. അല്ലാമേ വളരെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വേറെ വഴിയില്ല, ഇത് നമ്മൾ ജയിക്കണം കേട്ടോ. ചായ തന്നെ 4 തോളി. ആചാര്യ,
ഹൈദരാജേ സുബീക്ക് ഒറ്റക്ക് ആ ഇടവേ കൂടെ ഒരു വരവുണ്ട്, അതിലിട്ടൊരു പെരുമാറിയാൽ മതി. മതി, അതൊക്കെ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഏതോ അജയരെ, ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി ബാബു. അപ്പൊ എങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ വണ്ടികളൊക്കെ പറഞ്ഞല്ലേ, ഒക്കെ റെഡി അല്ലേ? പിന്നെ സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വണ്ടിന്റെ ഫ്രൂട്ട്സിന്റെ രാവിലെ 5 മണിക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല കേട്ടോ. ഇവരെ നമ്മണ്ട അതിന്റെ പഴയ ഓട്ടം നിർത്തിക്കൊണ്ട് ഞാൻ ഓടില്ല കേട്ടോ. ഇതിലെ കാര്യങ്ങൾ വൃത്തി ചെയ്ത് കൊടുക്ക്. ബാക്കി പോലെ നോക്കിക്കോ കേട്ടോ. കേട്ടോ അയ്യും കാണാൻ വെട്ടുക കേട്ടോ. നീച്ചെടുക്കരുത്. അജയരെ, ഞങ്ങൾ പറഞ്ഞ ഓക്കെയാണ്, പക്ഷെ നിങ്ങള് ബാക്കി അഡ്വാൻസിന്റെ ബാക്കി നാളെ സെറ്റ് ആക്കണം കേട്ടോ. പറഞ്ഞതൊക്കെ ഓക്കെ അജയരെ. ഈ നിമിഷം മുതൽ നാളെ രാവിലെ വരെ അയാളുടെ പിറകെ ഞങ്ങൾക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. ഇനി എന്താവശ്യത്തിനും നിങ്ങൾക്ക് സുബൈറും കലാമും ഉണ്ടാവും കേട്ടോ. കലാമേ ഓക്കെ. ഇതിന് വിധിയാക്ക ഇതിന് എല്ലാവരും കണ്ടത് ഏതായാലും നന്നായി. ഞാനും കൂടി ആചാര്യ അടുത്തോടെ പോയിരുന്നു. അതെന്താ വെച്ചാലേ നമ്മളെ നാസറാജ് കുറച്ച് ആളുകളെ ഇറക്കിക്കൂടെ പറഞ്ഞു. നമ്മളാ ചർച്ച ചെയ്തെന്നൊക്കെ അയാളൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ കോയ എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യണം, ഇജും താമിയും നമ്മളെ സെക്യൂറൊക്കെ പാടി ഒരു കണ്ണ് അയാളെ എപ്പോഴും വേണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇജും താമിയൊക്കെ ഒന്ന് ആചാര്യ നല്ലോന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും കണ്ണം വേണം. നാസർ എന്തും ചെയ്യും, അങ്ങനത്തെ ഫ്രോഡ് സ്വഭാവമാണ് അയാൾക്ക്. ഞാനും താമിയുണ്ടല്ലോ, ഞങ്ങൾ എപ്പോഴും നോക്കിക്കോളാം. നമുക്കറിയത് അയാൾ ഇന്ന എല്ലാ സ്വഭാവത്തിനും കാട്ടിയ ആളാണ്. ഇന്നെ തന്നെ പറയാൻ ഇറങ്ങാറാക്കിയോളില്ലേ. അപ്പൊ അയാളുടെ സ്വഭാവം നമുക്ക് എല്ലാം അറിയാം. അത് ഞങ്ങൾ നോക്കിക്കോളാം. അയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആൾ തന്നെയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെ, നമുക്കറിയാലോ അയാളെ പറ്റി. ഇന്റെ ആ സ്ഥലമൊക്കെ കാട്ടി ഉറപ്പാക്കി ആചാര്യാണ് എനിക്ക് എടുക്കുന്നത്, നമുക്കെല്ലാം അറിയാം. ആയിക്കോട്ടെ, ഞങ്ങള് ഒരു സാധനം വാങ്ങിക്കാണ്ട് അപ്പൊ ഞാൻ കണ്ട് ഞാൻ കൊണ്ടെടുത്താട്ടെ. ആചാര്യക്ക് കൊടുത്താളത് കേട്ടോ. പോയി സുബേര അതിൽ രാവിലെ സുബൈക്ക് വരെ അവിടെയാണ്, അതിലോട്ട് വരും. അപ്പൊ അവിടെ ചവിട്ടി കൂട്ടിയാ തോട്ടി കാട്ടോണ്ടി കേട്ടോ. അപ്പൊ ഇതിന് കലാമ വണ്ടിയായിട്ട് വരും. ഇതൊക്കെ കഴിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇതിനോടെ വരുമ്പോണ്ടല്ലോ എനിക്ക് വലിയ ശല്യ, ഓനെ തീർക്കാന്നുള്ള ലക്ഷ്യം കൊല്ലണ്ട. നമസ്കാരം. ആരത് കൂപ്പൊടിയോ? വളരെ 2000 എനിക്ക് മര്യാദയും പഠിപ്പിച്ചിടും. അത് കൊന്നാലും കമാൻഡ് അടിക്കാൻ കൊണ്ടിടും. കാരണം ഒരു 500 ഉറുപ്പ്യ കൂടി ഇങ്ങോട്ട് തരും. അപ്പൊ 2500 ഉറുപ്പ്യ ഞാൻ അങ്ങോട്ട് തരാം. ഒന്നും ആയിട്ടില്ല. ആരൊരു കോപ്പുടിയോ? അന്നലാണ് കുതിര കളിയാക്കണം. എന്നാലും ആൾക്കൊക്കെ ഇനി ധൈര്യം വരിക. ഒരു മര്യാദ പിടിച്ചു തീർക്കാൻ പിന്നെ കോപ്പടിക്കും വിളിച്ചോടാ. അതെ, ഇത് 2000 തല്ലി കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ഹൈദരാബാദിനോട് പറയും, കാണിച്ചിട്ടോ. 2000 ഉറുപ്പ്യക്ക് ഈ മട്ടം കിട്ടി. 10000 ഉറുപ്പ്യാണെങ്കിൽ ഇപ്പൊ എന്റെ ജീവൻ പോയിരുന്നു. അല്ല, ഇതിപ്പോ ഇങ്ങനെ ഹൈദരാബാദിനോട് പറയാ? നീ പറഞ്ഞപ്പോ പിന്നെ കല്ലോ. മുജിയാക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത്. ഷെഡിൽ ഇരിക്കാൻ പറഞ്ഞു. ഇന്ന് ഷെഡ് ഉണ്ട് പറഞ്ഞു, ഇവിടെ വരാണെന്നാ പറഞ്ഞത്. ആണോ? ഇന്ന് എവിടെയെങ്കിലും ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞോ. മുജിയാക്കും കായ്ക്കും വന്നല്ലോ. അപ്പൊ താമിയെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാ അറിയോ? ഹൈദറിനോട് പറയാതെയാണ് ഇപ്പൊ ഞാനും പോയും കൂടി ഇപ്പൊ അടുത്ത് പോന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, അവിടെ 2-3 ആളെ ആരൊക്കെ ഇറങ്ങിക്കണു പറഞ്ഞു. അപ്പോ മാക്സിമം നിങ്ങളെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഇതിനെ വേണ്ട മറ്റേത് എന്നൊക്കെ പറയും. അപ്പൊ അതൊന്നും നിങ്ങള് ഗൗരവത്തിലാക്കണ്ട. ഇതിനെ മെമ്പർ അറിഞ്ഞില്ല, സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ. മുജീബാക്ക പറഞ്ഞ കാര്യം എനിക്കറിയാം, ഞാനത് അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എനിക്കിതിൽ പബ്ലിക്കായിട്ട് ഇറങ്ങിയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്.
കാരണം ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അപ്പൊ അസറാജിക്ക് നമ്മുടെ നാട്ടുകാരെ ഒരു പിന്തുണയും ഇവിടുന്ന് കിട്ടൂല. പിന്നെ അയാൾ എറണാകുളത്ത് നിന്നൊക്കെ ആളെ കൊണ്ടുവരേണ്ടി വരും. ഹൈദരാജിനെ മൂക്കിലേൽക്കാൻ അവിടുന്ന് ഇവിടുന്ന് ആളെ കൊടുക്കാനുള്ള പരിപാടി നടക്കൂല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവനോട് പോകേണ്ടി വരും. അതെ അന്റെ കൂടെ സക്കീറിനും മെയ്തീനും കൂട്ടിക്കാണ്ടേ ഹൈദരാജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ പിന്നെന്ത് വേണം വൈത്താളം നിന്നോട് അയാളത് അറിയും വേണ്ട. ഇവക്ക ഓല് എറണാകുളത്ത് 2 പാറ്റാൾ ഇറക്കിക്കണ്. അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് ഞങ്ങൾ നാട്ടുകാർ മതി അതുപോലെ കൈകാര്യം ചെയ്യാൻ. അത് ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കോളാം. ആ അതായിക്കോട്ടെ. നോക്കിയെന്ന് കുടീന്ന് നാത്തം വിളിച്ചീന്ന്. ഇമ്മക്ക് കുറച്ച് കൂടുതലാണ്. നാത്തൂനും ബജ്ജാത്തല്ലേ, അപ്പൊ കുറച്ച് ദിവസം അവിടെ ചെന്നിക്കോന്ന് ചോദിച്ചാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ നിക്കാപ്പനോട് ചോദിച്ചിട്ട് പറയാന്ന്. എത്താൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്തോ, ഇതൊന്ന് പോയിക്കൊന്ന മാന്റെ അടുത്തേക്ക് ഒരാഴ്ച പോയി നിന്നൊന്നായി. നാത്തൂന് സുഖമില്ലാത്തല്ലേ, അതും വേണ്ടപ്പോ നമ്മളൊന്ന് കണ്ടറിയാം. ഇത് പോവാൻ നോക്കാം. നിങ്ങളെയും കുട്ടിയായിട്ട് പോകാനും മനസ്സമാനല്ല, എന്നാ പോകാതിരിക്കാനും പറ്റൂലല്ലോ. സഫയാണെങ്കിൽ ഇവിടെ ഇല്ലേനും എത്തപ്പോ ജഡ്ജ അത് ഓർത്തിട്ടാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. അതിപ്പോ അങ്ങനെ നോക്കിയാലോ വിനതാ ഒന്നും നടക്കൂല. ഞമ്മക്കിപ്പോ കല്ലോണ്ടും കാലോണ്ടും പറ്റാത്ത കേടൊന്നും കുറ്റും കുട്ടിയാക്കൊന്നും ഇല്ലല്ലോ. അവനാന്റെ ഉമ്മാർക്കേ പറ്റാതാകുമ്പോ നമ്മൾ പോയി നോക്കുക. ഇതിപ്പോ അവന്ന് ആലോചിക്കാണ്ടേ പോകാൻ മനുഷ്യണ്ട. വേറെ കാര്യം ചെയ്തോ, വേറെ മീറ്റിനോടെ വിളിച്ചുകാണ്ട് അവനെ കൊണ്ടാക്കി തരാൻ പറയും. പിന്നെ അവനാന്റെ അമ്മക്കൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. പറ്റാതാകുമ്പോ തന്നെ നമ്മൾ ഓരോ നോക്കണ്ടേ. അല്ല കലാമക്ക, ഒരു കാഴ്ചക്ക് എന്താ ചെയ്യാ? ഇവിടെ ഈ കട അടവാണല്ലോ. കാഴ്ചക്കും നാടാണെന്ന് ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ട്. നമുക്കൊരു ലക്ഷ്യമില്ല സുബേറെ. സ്വാമിയെ ആ മെയ്തിയും കൊടുന്നേ 2 പണിക്കാരുണ്ടായിരുന്നല്ലോ നമ്മളെ വെറ്റില കൂടി ഇറക്കാനേ. ഓർക്ക് കൂലിയൊക്കെ കൊടുത്തില്ലേ? ഓരോ കൂലി എടുത്തുങ്ങനെ പറഞ്ഞല്ലോ. ആ അങ്ങനെ ചെയ്യാന്നാല്. ഏട്ടാ കാണല് ചെല്ലപ്പോ അല്ലാതെ സുഖല്ലേ? ആയിക്കോട്ടെ വരട്ടാ. മുജീബൊക്കെ പറഞ്ഞാൽ തന്നെ പരിചയമില്ലാത്ത 2 ആൾക്കാരുണ്ടല്ലോ ഇവിടെ. തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാമേ. കുട്ടികളെ നിങ്ങളവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നാട് കാണാൻ വന്നേക്കാരല്ലേ? സുബേറെ ഇതിപ്പോ ആരാ? അമ്മായിനെ വിട്ടാളാ വരുന്നല്ല. ആ അമ്മായിനെ വിട്ടാളാ ഒരേ നാട് കാണാൻ വന്നതാ. അത് കണ്ടുകാണാൻ അവരോട് പോയിക്കോളും. സുബേറെ അല്ല അമ്മായിന്റെ കുട്ടികൾ തടി വേദെടുത്തുണ്ടെങ്കിലേ വേഗം അടുത്ത വണ്ടിക്ക് കയറ്റി വിട്ടോ. ഇത് നാട് വേറെയാണ്. സ്വാമിയെ പോരെ.